പട്ടയ വിതരണം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചു. അടുത്തയാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുക. ഫെബ്രുവരിയിൽ പട്ടയ നടപടികൾക്ക് ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ഉപാധികളോടെ ഹൈക്കോടതി പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം സർക്കാർ പട്ടയമേള നടത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കണ്ടെത്തിയതോടെയാണ് പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ വീണ്ടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 1964 ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നുവെന്ന പരിസ്ഥിതി സംഘടനയുടെ ഹർജിയിൽ 2024 ജനുവരി 10 പട്ടയ നടപടികൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. 4 മാസം മുമ്പ് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 23 ഹൈക്കോടതി പട്ടയ നടപടികൾക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ ഉപാധികളോടെ പിൻവലിച്ചു. പട്ടയം നൽകുന്നതിന് കോടതി കർശനമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച 3 ദിവസത്തിന് ശേഷം ചെറുതോണിയിൽ നടത്തിയ പട്ടയമേളയിൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ 80-ലധികം പട്ടയങ്ങൾ നൽകിയെന്ന കേസിലെ ഹർജിക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ട പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ വീണ്ടും നിർദ്ദേശം നൽകിയത്. വിലക്ക് നീങ്ങാൻ സർക്കാർ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നൽകിയ ഒരു പട്ടയാപേക്ഷയുടെ ഫയൽ ഹർജിക്കാർ കോടതിയിൽ സമർപ്പിക്കുകയും ഫയലിൽ അവ്യക്തതയുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മറ്റു ഫയലുകൾ കളക്ടറുടെ കൈവശം സൂക്ഷിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. ഇതോടെയാണ് സ്റ്റേ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വീണ്ടും മങ്ങലേറ്റത്. അടുത്ത ബുധനാഴ്ചയാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.